പുല്ലുമേട് വഴി ശബരിമലയിലേക്ക് ഒരു യാത്ര. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന മനോഹരമായ ഈ കാനനയാത്ര ഒന്ന് കണ്ടുവന്നാലോ? നമുക്കും ഒന്ന് യാത്ര ചെയ്തു വരാം. 12 കിലോമീറ്റർ നീളുന്ന ചെങ്കുത്തായ കയറ്റവും ഇറക്കവും ഉള്ളതാണ് ശബരിമലയിലെ പരമ്പരാഗത കാനനപാത. ആ കാനനപാത നമുക്കൊന്ന് പോയാലോ? വാ പോകാം. തീർത്ഥാടനത്തിനായി കാനനപാത തെരഞ്ഞെടുക്കുന്നവരിൽ വലിയൊരു വിഭാഗവും പുല്ലുമേട് പാതയിലൂടെയാണ് സന്നിധാനത്തെത്തുന്നത്. സന്നിധാനത്തേക്ക് നേരിട്ടെത്തുന്ന പാതയെന്നതും പാതയിലെ മനോഹരമായ കാഴ്ചകളുമാണ് ഈ പാത തെരഞ്ഞെടുക്കാൻ തീർത്ഥാടകരെ പ്രേരിപ്പിക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ സന്നിധാനത്തെത്താൻ ഈ പാത തെരഞ്ഞെടുക്കുന്നു. വഴിയെല്ലാം സൂപ്പർ. അവിടെ കുറെ മലകളും എല്ലാം ഉണ്ടായിരുന്നു. കാട്ടുപോത്തിനെ കണ്ട്, കൊരങ്ങനെ കണ്ട്, ആനയെ കണ്ട്, കുറെ ജീവികളൊക്കെ ഉണ്ട്. സുഖയാത്ര. നമുക്ക് അവിടുന്ന് രാത്രിക്ക് അവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും 12-1 മണിൻ്റെ ഉള്ളിൽ ദർശനം കിട്ടും. അങ്ങനെ യാത്ര നല്ല സുഖം, ഒരു പ്രശ്നമില്ല. നല്ലതായിരുന്നു. മല ഇറങ്ങി വന്നത് എങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് നടന്നു വരാനൊന്നും വലിയ പാടൊന്നുമില്ലായിരുന്നു. യാത്രയൊക്കെ സുഖമായിരുന്നു. അത്ര കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമുട്ടുകളൊന്നും കുഴപ്പമില്ല. വെള്ളമൊക്കെ ഉണ്ട്, എല്ലാ സ്ഥലത്തും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് വേറെ കുഴപ്പമൊന്നുമില്ല. വെള്ളം എല്ലാ ആവശ്യത്തിനെല്ലാം അയ്യപ്പന്മാർക്കൊക്കെ കിട്ടുന്നുണ്ട്. சூப்பராக இருக்குது பாதை, நல்லா இருக்குது. கொஞ்சம் கடுமை தான், ஆமாம் கொஞ்சம் வந்துடலாம். தண்ணியெலாம் கரெக்டாக கொடுக்குறாங்க, அங்கங்கே கொடுக்குறாங்க. இடையில ஒரு 3 കിലോമീറ്റർ കൊടുക്കുക, 3 കിലോമീറ്റർ കൊടുക്കുക തണ്ണി കൊടുക്കുறாங்க, അതെല്ലാം കൊടുക്കുறாங்க. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് സത്രം കാനനപാതയിലൂടെ അയ്യപ്പന്മാരെ കടത്തിവിടുന്നത്. പെരിയാർ കടുവാ സങ്കേതത്തിന്റെ ഭാഗമായ ഈ മേഖലയിൽ വന്യജീവികളുടെ സാന്നിധ്യവും കൂടുതലാണ്. മാനും മ്ലാവും കടുവയും കാട്ടുപോത്തും ആനയുമെല്ലാം പുല്ലുമേട് പാതയിലെ സ്ഥിരം കാഴ്ചകളാണ്. ഭക്തർക്ക് സുരക്ഷയൊരുക്കാൻ ഓരോ പോയിന്റിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും നിയമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചൊരു കടുവാ സങ്കേതം ഒരു സംരക്ഷിത വനമേഖലയായതുകൊണ്ട് തന്നെ ആന, കാട്ടുപോത്തടക്കമുള്ള ജീവികളുടെ സാന്നിധ്യമുണ്ട്. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെയുള്ള സുരക്ഷാ മുൻകരുതലുകൾ, എലഫന്റ് സ്ക്വാഡുണ്ട്, RRT വിഭാഗമുണ്ട്. നമ്മുടെ ജീവനക്കാർ തന്നെ 10ഓളം ജീവനക്കാർ തന്നെ ഈ മേഖലകളിൽ പല സ്ഥലത്തായിട്ട് നമ്മൾ നിരീക്ഷണത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു വന്യജീവി ആക്രമണം സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാകാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. രാവിലെ ആദ്യം ഈ പാതയിലൂടെ കടന്നു പോകുന്ന തീർത്ഥാടകരെയും വൈകിട്ട് അവസാനം കയറുന്ന തീർത്ഥാടകരെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അനുഗമിക്കും. അവസാനത്തെ തീർത്ഥാടകനും പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇരുവരും മടങ്ങുക. മണ്ഡലകാലത്ത് മാത്രം ലഭിക്കുന്നൊരവസരമാണ് പുല്ലുമേട് വഴിയുള്ള കാനനയാത്ര. അയ്യപ്പ ദർശനവും ഒപ്പം പ്രകൃതിയുടെ ഈ സാഹസികതയും നിറയുമ്പോൾ യാത്ര കൂടുതൽ മനോഹരമാകുന്നു. ക്യാമറമാൻ ആശ്രയ് വാര്യർക്കൊപ്പം മനീഷ് മഹാദേവൻ, കൈരളി ന്യൂസ്, സന്നിധാനം.